രാത്രിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോൾ പറഞ്ഞു, മമ്മി നാളെ സ്കൂളിൽ വരില്ലേ, പാരൻസ് മീറ്റിംഗ് ഉണ്ട്. ഞാൻ മോളോട് പറഞ്ഞു, മോളെ അമ്മു നീ പപ്പയെ വിളിച്ചുകൊണ്ട് പോ, പപ്പയും വെള്ളപ്പോഴും എൻ്റെ സ്കൂളൊക്കെ ഒന്ന് കാണട്ടെ. അത് വേണ്ട മമ്മി, മമ്മി വന്നാൽ മതി, അവൾ എന്നെ നോക്കി പറഞ്ഞു. ഞാൻ ആ സമയം ഭർത്താവിനെ നോക്കി. പുള്ളി ഇതൊന്നും ശ്രദ്ധിക്കാതെ മൊബൈലിൽ നോക്കി ഫുഡ് കഴിക്കുകയാണ്. ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, രാജേട്ടാ നിങ്ങൾ മോള് പറഞ്ഞത് കേട്ടോ? ചേട്ടനൊന്ന് മൂളി. നിങ്ങൾക്ക് നാളെ സ്കൂളിൽ പോകാൻ പറ്റുമോ എന്ന് ഞാൻ അല്പം കടുപ്പിച്ച് ചോദിച്ചു. നീ ഒന്ന് പോയേ സിന്ധു, എന്നെക്കൊണ്ടൊന്നും പറ്റില്ല, പുള്ളി മൊബൈലിൽ നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. അല്ലെങ്കിലും എന്ത് കാര്യത്തിനാണ് നിങ്ങൾ പോയിട്ടുള്ളത്? ഞാൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു. മോൾ എന്നെ നോക്കി പറഞ്ഞു, മമ്മി വന്നോ, പപ്പ വരണ്ട. ചേട്ടൻ മോളിന്ന് നോക്കിയിട്ട് മൊബൈലിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഞാനും ഭർത്താവും 2 കുട്ടികളടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. മോള് 8ൽ പഠിക്കുന്നു, മോൻ 5ൽ പഠിക്കുന്നു. ഭർത്താവ് സിവിൽ സപ്ലൈസിൽ ജോലി ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും കുടിച്ചിട്ടേ വരും. ചില ദിവസം കുപ്പിയുമായി വരും, അത് മറ്റുള്ളവർക്ക് വിൽക്കും. ഡാമേജായ കുപ്പി എന്നതിൽ കണക്കുണ്ടാക്കിയാൽ മതിയല്ലോ. ഞാൻ സിന്ധു, എനിക്ക് വീട്ടിൽ തന്നെ തയ്യലുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം വരുമാനമുണ്ട്. പിറ്റേന്ന് രാവിലെ മോള് സ്കൂളിൽ പോകുമ്പോൾ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, മമ്മി സ്കൂളിൽ വന്നാൽ മതി, പപ്പയെ പറഞ്ഞു വിടണ്ട. അത് കേട്ട് ഞാൻ ചിരിച്ചു. ഇല്ലടി, ഞാൻ വന്നോളാം. മമ്മി പപ്പ വന്നാൽ എനിക്ക് നാണക്കേടാ, പപ്പയ്ക്ക് കൾച്ചറില്ല, ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പോലും പപ്പയ്ക്ക് അറിയില്ല. മോളെ, പപ്പ ഈ ബിവറേജിലല്ലേ ജോലി ചെയ്യുന്നേ, അവിടെ വരുന്നത് അത്തരം ആളുകളല്ലേ, അതുകൊണ്ടാണ് പപ്പ അങ്ങനെ പെരുമാറുന്നത്. അത് മാത്രമല്ല മമ്മി, പുള്ളി വന്നാൽ അവിടെ ഇരുന്ന് ഫുൾ വോളിയത്തിൽ മൊബൈൽ കാണും, അതും രാഷ്ട്രീയ കാര്യങ്ങൾ, ഞങ്ങൾക്ക് നാണക്കേടാ. അത് കേട്ട് ഞാൻ ചിരിച്ചു. സാരില്ല മോളെ, ഞാൻ വന്നോളാം. ഓക്കെ മമ്മി. പിന്നെ മമ്മി, എനിക്ക് പുതിയൊരു കൂട്ടുകാരെ കിട്ടി, അവളെ ഞാനിന്ന് മമ്മിക്ക് പരിചയപ്പെടുത്തി തരാം. ഞാൻ പുഞ്ചിരിച്ചു. അവൾ A ഡിവിഷനിലായിരുന്നു, ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലേക്ക് വന്നു. ആണോ? ഞാൻ വരുമ്പോൾ എന്നെ പരിചയപ്പെടുത്തണേടാ. ആ ഓക്കെ മമ്മി. മോളും മോനും അങ്ങനെ സ്കൂളിൽ പോയി. ഞാൻ ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ ചേട്ടൻ മൊബൈലിൽ രാഷ്ട്രീയ ചർച്ച കേൾക്കുകയാണ്. ഇത് ഇന്നലെയും കേട്ടതാണല്ലോ. ഞാനപ്പോൾ ചേട്ടനോട് ചോദിച്ചു, എൻ്റെ മനുഷ്യ, ഇത് ഇന്നലെയും കേട്ടതല്ലേ, ഇത് മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ അസ്വസ്ഥതയാണ് മനുഷ്യ. ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞു. എന്നാ നീ കേൾക്കണ്ടടി. കേൾക്കാതെ പിന്നെ ഇങ്ങനെ സൗണ്ടിൽ വെച്ചാൽ പിന്നെ കേൾക്കാതിരിക്കുമോ? എന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചേട്ടൻ പറഞ്ഞു, നീ നിൻ്റെ പണി നോക്കടി. അങ്ങനെ ഞാൻ ആ ദേഷ്യത്തിൽ അടുക്കളയിലേക്ക് വന്നു. എനിക്കിപ്പോൾ ഭർത്താവിനോട് ഒരുതരം ദേഷ്യമാണ്. വാ പൊളിച്ചാൽ എന്നെ ചീത്തയെ വിളിക്കൂ, വെറുപ്പിക്കുന്ന വർത്തമാനം മാത്രമേ പറയൂ. എന്നാലോ കഴിവുമില്ല, ഉരുണ്ടൊരു മനുഷ്യൻ. ഞാൻ പിറുപിറുത്തു. ഞാൻ എൻ്റെ ബെഡ്റൂമിൽ പോയി കഴുകാനുള്ള ഡ്രസ്സ് എടുത്തു. കുട്ടികളുടെ എല്ലാം എടുത്ത് വാഷിംഗ് മെഷീനിലിട്ടു. ഞാനും ഭർത്താവും 2 മുറിയിലാണ് കിടക്കുന്നത്. അതിന് കാരണം അയാളുടെ മൊബൈൽ ഭ്രാന്ത് തന്നെ. ഈ രാഷ്ട്രീയ ചർച്ച കേട്ട് തന്നെ പിന്നെയും കേട്ടുകൊണ്ടിരിക്കും. നമുക്ക് മടുപ്പാകില്ലേ? ഞങ്ങളുടെ വീട് അത്യാവശ്യം മുഴുത്തൊരു വീടാണ്. 4 ബെഡ്റൂം, കിച്ചൺ, ഹാൾ, സിറ്റ് ഔട്ട്, ലിവിങ് ഏരിയ, വർക്ക് ഏരിയ, പോർച്ച്, അങ്ങനെ ഒരുപാട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ കാറെടുത്ത് ജോലിക്ക് പോയി. ഉച്ചയ്ക്ക് ശേഷം മീറ്റിങ്ങിന് ഞാൻ അവളുടെ സ്കൂളിലെത്തി. മോൾ എന്നെ അവളുടെ കൂട്ടുകാരിയെ പരിചയപ്പെടുത്തി. എന്നോട് ആ കുട്ടി പറഞ്ഞു, ആൻറ്റി, ഞാൻ അഞ്ജു. ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു. അവളുടെ വീട്ടിൽ അവളുടെ അച്ഛനും അച്ഛൻ്റെ അമ്മയും പിന്നെ ഇവളുടെ ഒരു ചേട്ടനും. അവളുടെ അമ്മ ഇസ്രയേലാണ്, അവിടെ കെയർ ടേക്കറായി ജോലി ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് നിൽക്കുമ്പോൾ അഞ്ജു പറഞ്ഞു, ആൻറ്റി, എൻ്റെ ഡാഡി വന്നിട്ടുണ്ട്, ഞാൻ പരിചയപ്പെടുത്താം. ഒരു ഭിത്തിയിൽ ചാരി നിൽക്കുന്ന ആളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അഞ്ജു പറഞ്ഞു. അതാ മമ്മി, അവളുടെ ഡാഡി. അപ്പോഴേക്കും അഞ്ജു അയാളെ കൈകാട്ടി വിളിച്ചിരുന്നു. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് നടന്നു വന്നു. നല്ല സ്മാർട്ടായ ഒരു മനുഷ്യൻ, അത്യാവശ്യം പൊക്കവും വണ്ണവുമുള്ള ഒരാൾ. ഞാനും അയാളെ നോക്കി പുഞ്ചിരിച്ചു. ഹായ്. അയാൾ എന്നെ വിഷ് ചെയ്തു. ഹായ് ഞാനും തിരിച്ചു പറഞ്ഞു.
അപ്പോൾ അഞ്ചു പറഞ്ഞു, ഡാഡി ഇതിവളുടെ മമ്മി, ആൻറ്റി ഇതിൻ്റെ ഡാഡി ജോയ്. അയാൾ എൻ്റെ നേരെ കൈ നീട്ടി. ഞാൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. അയാളുടെ കൈ എൻ്റെ കയ്യിൽ അമർന്നു. കൈക്ക് നല്ല ബലം, കൈക്കുള്ളിൽ നല്ല തഴമ്പും നല്ല കട്ടിയും. എൻ്റെ മൃദുലതയുള്ള കയ്യിൽ അയാളുടെ കൈ അമർന്നപ്പോൾ എന്തോ വല്ലാത്തൊരു ഫീൽ. അയാൾ എന്നെ നോക്കി ചിരിച്ചു, കൂടെ ഞാനും. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, എന്താ പേര്? പേരെന്നോട് പറഞ്ഞില്ലല്ലോ. അയ്യോ സോറി, ഞാൻ സിന്ധു. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലിയെ പറ്റിയൊക്കെ ചോദിച്ചു. ഞാൻ എല്ലാം പറഞ്ഞു. ഞാൻ അയാളുടെ കുടുംബത്തെ പറ്റി ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ ഭാര്യ ഇസ്രയേലാണ്. ഇപ്പോൾ പോയിട്ട് 6 മാസം കഴിഞ്ഞു. 5 വർഷമായിട്ട് അവിടെയാണ്. അപ്പോഴും അയാൾ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് നിന്നു. അയാൾ എന്നോട് പറഞ്ഞു, എനിക്ക് കൃഷിപ്പണിയാണ്. സ്വന്തമായി 5-6 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ പല കൃഷിയും ചെയ്തു പോരുന്നു. അത് കേട്ടതും ഞാൻ ചിരിച്ചുകൊണ്ട് അയാളോട് പറഞ്ഞു, എനിക്കത് മനസ്സിലായി. എങ്ങനെ? അയാൾ ചോദിച്ചു. അത് കയ്യിലെ തഴമ്പും കട്ടിയും എൻ്റെ കയ്യിൽ പിടിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. എൻ്റെ കയ്യിൽ നിന്നും പിടിവിട്ട് അയാൾ സ്വന്തം കയ്യിലേക്ക് നോക്കി. ഞാൻ ചിരിച്ചുകൊണ്ട് അയാളെ നോക്കി. കയ്യിൽ പിടിച്ചപ്പോൾ വേദനിച്ചോ? എന്നോട് അയാൾ ചോദിച്ചു. ഏയ് ഇല്ല, ഞാൻ പറഞ്ഞു. ഈ സമയം പല പാരൻസും തമ്മിൽ പരിചയപ്പെട്ടു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ മോളും അഞ്ജുവും എൻ്റെ അടുത്തേക്ക് വന്നു. അഞ്ജു പറഞ്ഞു, ആൻറ്റി നമുക്ക് കോഫി ഷോപ്പിൽ നിന്നും എന്തെങ്കിലും കഴിച്ചിട്ട് പിരിയാം. ഞാൻ സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ കോഫി കുടിച്ചുകൊണ്ട് അയാളുമായി ഒരുപാട് സംസാരിച്ചു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോയി. അഞ്ജു എൻ്റെ വീട്ടിൽ മോളുടെ കൂടെ വന്നു. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. മോളും ആ കൊച്ചും ഒന്നിച്ചിരുന്ന് എന്തൊക്കെ എഴുതുകയും പഠിക്കുകയൊക്കെ ചെയ്തു. വൈകുന്നേരം അവളെ പിക്ക് ചെയ്യാനായി അയാൾ വന്നു. ഞാൻ കാപ്പി കൊടുത്ത് അയാളെ സൽക്കരിച്ചു. ഞങ്ങൾ അന്നും ഒരുപാട് നേരം സംസാരിച്ചു. അയാൾ എന്നോട് സംസാരിക്കുമ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ ചോദിച്ചു, അപ്പോൾ കൃഷിപ്പണിയൊക്കെ എങ്ങനെ പോകുന്നുവെന്ന്. സിന്ധു, എനിക്ക് റബ്ബറും ജാതിയുമാണ് കൂടുതൽ. മറ്റ് കൃഷികളൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് മെച്ചമുള്ള പരിപാടിയാണോ എന്ന്. പിന്നെ നല്ല ലാഭമാണ്, പിന്നെ മനസ്സമാധാനമുണ്ട്. മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട, മേലോഫീസറുടെ ചീത്തയും കേൾക്കണ്ട. സിന്ധു, എനിക്ക് സർക്കാർ ജോലി കിട്ടിയതാ പണ്ട്. അത് ഞാൻ വിട്ടിട്ടാണ് കൃഷിപ്പണി തുടങ്ങിയത്. ഞാൻ 8 പേർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്. അത് കേട്ട് ഞാൻ ചിരിച്ചു. ഞാനൊരു മാക്സി ആയിരുന്നു അപ്പോൾ ഇട്ടിരുന്നത്. അത് കണ്ട് അയാൾ എന്നോട് പറഞ്ഞു, ഈ മാക്സി സിദ്ധ തന്നെ തയ്ച്ചതാണോ? ആ അതെ, ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കള്ളം, നന്നായിട്ടുണ്ട്. ഞാനൊന്ന് ചിരിച്ചു. അയാൾ അകത്ത് സോഫയിലിരിക്കുകയാണ്. ഞാനും ഓപ്പോസിറ്റ് സോഫയിൽ പിടിച്ചു നിന്നു. പിള്ളേരുടെയൊക്കെ തയ്ക്കുമോ? അയാൾ ചോദിച്ചു. ആ തയ്ക്കും. എൻ്റെ മോളുടെ മിക്ക ഉടുപ്പും ഞാൻ തന്നെയാണ് തയ്ച്ചു കൊടുക്കാറുള്ളത്. അത് കേട്ട് മോള് അകത്ത് നിന്ന് അവളുടെ റൂമിൽ നിന്നും പറഞ്ഞു, അങ്കിൾ ഇവൾക്ക് ഉടുപ്പ് തയ്ക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോരട്ടോ. അത് കേട്ട് അയാൾ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ കൊണ്ടുവരാം മോളെ. ഞാനും പറഞ്ഞു, ജോയിച്ചേട്ടാ തുണിയുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതിയെന്ന്. ശരി സിന്ധു. അല്ല, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? ആ പറഞ്ഞോ. എന്താ ചോദിച്ചേട്ടാ? എന്നേക്കാൾ ഇളയ എല്ലാവരും എന്നെ ഇച്ചായ എന്നാണ് വിളിക്കാറ്. ഞാൻ അയാളെ നോക്കി ചിരിച്ചു. സിന്ധു എന്നെ ഇച്ചായ എന്ന് വിളിച്ചാൽ മതി. ജോയിച്ചായ എന്ന് വിളിക്കണോ? ഞാൻ ചോദിച്ചു. ആ അങ്ങനെ വിളിച്ചോ. എൻ്റെ ഭാര്യയും എന്നെ അങ്ങനെയാണ് വിളിക്കുന്നത്. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ഇനി മുതൽ ജോയിച്ചായ എന്ന് വിളിച്ചോളാം. ഞങ്ങൾ പരസ്പരം ചിരിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അയാളും മോളും ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. കൂടെ മോൾക്ക് തയ്ക്കാൻ കുറച്ച് തുണിയും ഉണ്ടായിരുന്നു. ഞാൻ അഞ്ജുവിൻ്റെ അളവെല്ലാം എടുത്തു. അന്നും അയാളോട് നന്നായി സംസാരിച്ചു, തമാശകൾ പറഞ്ഞ് ചിരിച്ചു. അവർ വന്ന കാറിൽ തന്നെ തിരിച്ചുപോയി. ഒരു ദിവസം എനിക്ക് തയ്ക്കാനുള്ള തുണിയെടുക്കാൻ ഞാൻ ടൗണിൽ പോയപ്പോൾ അയാളെ കണ്ടു. ആ സിന്ധു, എന്താ ഇവിടെ? തുണിയെടുക്കാൻ വന്നതാ. എന്തായി മോളുടെ ഡ്രസ്സ് തയ്ച്ചു കഴിഞ്ഞോ? ആ നാളെ പോരെ? ആ മതി.
അല്ല സിന്ധു, സിന്ധു പെണ്ണുങ്ങളുടെ ഡ്രസ്സ് മാത്രമേ തയ്ക്കൂ, ആണുങ്ങളുടെ തയ്ക്കാറില്ലേ? അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് ആണുങ്ങളുടെ തയ്ക്കാൻ തുടങ്ങിയാൽ എൻ്റെ വീട്ടിൽ പിന്നെ ആണുങ്ങളെ കൊണ്ട് ശല്യമായിരിക്കും. അത് കേട്ട് അയാൾ ചിരിച്ചു. ചിരിക്കല്ല ചോദിച്ച, എന്നിട്ട് വേണം എൻ്റെ കെട്ടിയോൻ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ. അങ്ങനെ ഇറക്കി വിട്ടാൽ ഞാൻ സിന്ധുവിനെ സ്വീകരിച്ചോളാം. അത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ചിരിയാ വന്നത്. അതിന് ജോയിച്ചെൻ്റെ ഭാര്യ സമ്മതിക്കോ? ഞാൻ ചോദിച്ചു. ഓ, അവൾക്ക് പ്രശ്നമൊന്നുമില്ല. ഏ, അതെന്താ? അത് അവളെൻ്റെ നല്ല കൂട്ടുകാരിയാ, ഞങ്ങൾ എല്ലാം സംസാരിക്കും. ആണോ? എല്ലാം സംസാരിക്കോ? ആ, പിന്നെ എൻ്റെ ഭാര്യ ഇസ്രായേൽ ജോലി കഴിഞ്ഞ് താമസിക്കുന്നത് ഒരാണിൻ്റെ കൂടെയാ. അറിയോ സിന്ധുവിന്? ഞാൻ അയാളെ നോക്കി. ഇതൊക്കെ അവിടെ ഒരു പ്രശ്നമല്ല, ഇവിടെയാണ് സദാചാരം. അത് ശരിയാ ചോദിച്ച. ആ, പിന്നെ അവരവിടെ കൂടാറുമുണ്ട്. അതൊക്കെ അവൾ എന്നോട് പറയുകയും ചെയ്യും. ഒരു തമാശ പോലെയാണ് അയാളത് എന്നോട് പറഞ്ഞത്. ഞാൻ അയാളെ നോക്കി നിന്നു. അത് കണ്ട് അയാൾ ചോദിച്ചു, നമുക്ക് ചായ കുടിച്ചിട്ട് സംസാരിച്ചാലോ? ഞാൻ മൂളി. അങ്ങനെ ഞങ്ങൾ ഒരു കോഫി ഷോപ്പിൽ കയറി. അവിടെ ഇരുന്ന് ഭാര്യയുടെ ഇസ്രായേൽ കഥ അയാൾ എന്നോട് പറഞ്ഞു. ജോയിച്ചൻ്റെ ഭാര്യൻ്റെ കൂടെ താമസിക്കുന്നത് ഒരു ഡൽഹിക്കാരനാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു, എന്നിട്ട് പിരിഞ്ഞു. പിറ്റേന്ന് മോളുമായി ജോയിച്ചൻ വന്നു. അവർ വന്നിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇയാൾ എന്തൊരു ഹാപ്പിയാണ്. എനിക്കെന്തോ അയാളോട് ഒരിഷ്ടം പോലെ. ഞാൻ അയാളോട് ഫോൺ നമ്പർ വാങ്ങിയിരുന്നു. കിടക്കാൻ നേരം ഒരു ഗുഡ് നൈറ്റ് മെസ്സേജ് ഞാൻ അയച്ചു. പെട്ടെന്നൊരു വാട്സപ്പിൽ റിപ്ലൈ വന്നു. ഗുഡ് നൈറ്റ്, കിടന്നോ എന്ന് ചോദിച്ചുകൊണ്ട്. ഇല്ല, കിടക്കാൻ തുടങ്ങുന്നു എന്ന് ഞാൻ മറുപടി അയച്ചു. എന്നിട്ട് ഞാൻ ബെഡിൽ കിടന്നു. ഇപ്പോൾ ഞാനും കിടന്നു. ഞാനൊരു സ്മൈല് കൂടി അയച്ചു. ഭർത്താവില്ലേ കൂടെ? അയാൾ ചോദിച്ചു. ആ, ഉണ്ട്. ചേട്ടൻ വേറെ റൂമിലാണ് കിടക്കുന്നത്. അതെന്താ? അത് അങ്ങനെയാണ്. കുറച്ച് വർഷങ്ങളായി ഇങ്ങനെയാണ്. ഞാൻ എൻ്റെ മുറിയിലും പുള്ളിയുടെ മുറിയിലും. എനിക്ക് ഒരു സ്മൈല് വന്നു. എന്തിനാ ചിരിക്കുന്നേ? ഞാൻ ചോദിച്ചു. പെട്ടെന്നൊരു വോയിസ് മെസ്സേജ് വന്നു. ഒന്നുമില്ല, വെറുതെ. ഞാൻ തിരിച്ച് ഒരു വോയിസ് അയച്ചു. എനിക്ക് മനസ്സിലായി. വീണ്ടും അയാളൊരു സ്മൈലി അയച്ചു. ഇങ്ങനെ ചിരിക്കല്ലേ, എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഞാനൊരു ഇടി തന്നേനെ. ആണോ? സിന്ധു എന്നെ ഇടിക്കോ? അയാൾ ചോദിച്ചു. ഇടിക്കും. ഞാനും ചിരിച്ചുകൊണ്ട് ഒരു വോയിസ് മെസ്സേജ് അയച്ചു. എന്നാ ഞാൻ അടിക്കും. എൻ്റെ അടി കൊണ്ട് സിന്ധു തളർന്നു പോകും. അത് കേട്ടപ്പോൾ എനിക്ക് വേഗം ചങ്കിടുപ്പ് കൂടി. ഞാൻ ബെഡിൽ കമിഴ്ന്ന് കിടന്നുകൊണ്ട് ഫോൺ നോക്കി. സിന്ധു, നിന്നെ ആദ്യം കണ്ടപ്പോൾ നീ ഉടുത്തിരുന്ന ഓറഞ്ച് കളർ സാരിയിൽ നീ ഭയങ്കര സുന്ദരിയായിരുന്നു കേട്ടോ. അയാളുടെ മെസ്സേജ് ആയിരുന്നു അത്. പക്ഷെ ഞാൻ അതിന് റിപ്ലൈ ഒന്നും കൊടുത്തില്ല. അപ്പോൾ അയാൾ വീണ്ടും ചോദിച്ചു, എന്താ ഒന്നും മിണ്ടാത്തേ? ഒന്നുമില്ല, വെറുതെ. പിന്നെ നിന്നെ ടൗണിൽ വെച്ച് കണ്ടപ്പോൾ നീ ഉടുത്തിരുന്ന മജന്ത സാരി ഉണ്ടല്ലോ, അത് നിനക്ക് അടിപൊളിയായി ചേരുന്നുണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് വീണ്ടും കുളിര് കോരി. എൻ്റെ ഭർത്താവ് ഒരിക്കലും എന്നെ ശ്രദ്ധിച്ചിട്ടില്ല, ഒരിക്കലും ഒരഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല. അതുപോലെ സിന്ധു, ഞങ്ങളന്ന് വീട്ടിൽ വന്നപ്പോൾ നീ ഇട്ട ചുവന്ന മാക്സി ഉണ്ടല്ലോ, അത് സൂപ്പർ. എല്ലാം നന്നായി കാണാനും കഴിയുന്നുണ്ട്. ജോയിച്ച, എന്തിനാ എന്നെ കളിയാക്കുന്നേ? ഞാൻ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. സത്യ സിന്ധു, ആ സമയം എനിക്ക് നിന്നെ വാരിപ്പുണരാൻ തോന്നി. അതേടി, ഞാൻ എൻ്റെ ഭാര്യയോട് നിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അവൾ പറയാ. ഞാൻ കാതോർത്ത് കേട്ടു, സിന്ധുവിനെ സെറ്റാക്കിക്കൊള്ളാൻ. അയ്യടാ, ഞാനൊന്നുമില്ല, ഞാൻ പറഞ്ഞു. സിന്ധു, നീ ഇപ്പോൾ എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ. ഞാൻ അയാളുടെ ഓരോ മെസ്സേജും നന്നായി ആസ്വദിച്ച് വായിക്കാനും കേൾക്കാനും തുടങ്ങി. പറ സിന്ധു, നീ തരൂ? അയാൾ വീണ്ടും ചോദിച്ചു. ഒന്ന് പോ ചോദിച്ചാ. എന്താടി, നീ തരില്ലേ? ഓ പിന്നെ, നിന്നെ ഞാൻ എടുത്തോളാട്ടോ. പിന്നെ മോളെ, നീ നാളെ വീട്ടിലുണ്ടോ? അയാൾ ചോദിച്ചു. ആ, ഉണ്ടല്ലോ. എന്നാലേ ഞാൻ നിന്നെ നാളെ എടുത്തോളാം, അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു.
ഏ ഇങ്ങോട്ടോ? ഇങ്ങോട്ടൊന്നും വരണ്ട. ഞാൻ വരും. വേണ്ട, ഞാൻ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. വേണം, എനിക്ക് വേണം സിന്ധു. അത് ചോദിച്ചാ സിന്ധു, ഗുഡ് നൈറ്റ്. അപ്പം നാളെ കാണാം. നിന്നെ ഞാൻ നാളെ എടുത്തോളാം. പെട്ടെന്ന് അയാൾ ഓൺലൈനിൽ നിന്നും പോയി. ഞാൻ ബെഡിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ജോയിച്ചാനെ ഓർത്തുകൊണ്ട്. പിറ്റേന്ന് കുട്ടികൾ സ്കൂളിൽ പോയി. ഞാൻ എൻ്റെ പണിയെല്ലാം ചെയ്തു തീർത്തു. നന്നായി കുളിച്ച് വൃത്തിയായി, നന്നായി മേക്കപ്പ് ചെയ്തു. എന്നിട്ട് ഒരിളം നീല മാക്സ് ഇട്ടു. വേറൊന്നും ഇല്ല കേട്ടോ. എന്നിലെ പെണ്ണ് ജോയിച്ചനെ കാത്തിരുന്നു. ഒരു 11 മണി കഴിഞ്ഞു. മുറ്റത്ത് ഒരു ആക്റ്റീവ് വന്ന് നിന്നു. ഞാൻ ജനൽ കൂടി നോക്കി. അതെ, ജോയിച്ചൻ. പെട്ടെന്ന് കോളിംഗ് ബെൽ മുഴങ്ങി. ഞാൻ വാതിൽ മെല്ലെ തുറന്നു. അങ്ങോട്ട് തുറക്ക് പെണ്ണെ. വാതിൽ തുറക്കുമ്പോൾ ചേട്ടൻ പറഞ്ഞു. അയാൾ പെട്ടെന്ന് എൻ്റെ കയ്യിൽ പിടിച്ച് എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അയാൾ തന്നെ വാതിൽ ചാരി. അപ്പോൾ ഇനിയിവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യട്ടോ. അതിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീടൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം.